ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഡേയുടെ വ്ളോഗാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ വന്ന് റൂം എടുത്തു. അതിനുശേഷം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളെല്ലാം റെഡിയായി അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കാണിച്ചു തരാം, നമ്മൾ വന്ന റൂം എടുത്ത സ്ഥലമൊക്കെ. അപ്പോൾ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ. ഇന്നലെ രാത്രി നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഞങ്ങളിത് ഇത്രയും മുകളിലാണ്. ഇന്നലെ നമ്മൾ കയറിയ ആ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലൈറ്റ് ഉണ്ടാവില്ല, ഇപ്പുറത്തേക്ക് ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച സ്ഥലം, സന കോട്ടേജ്. ഇപ്പം ഞങ്ങൾ അമ്മയുടെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത ആളുടെ വീട്ടിലേക്ക് പോവാണ്. ആരാമേ? ഞങ്ങൾ അവിടെ നിന്ന് കയറി സാറിൻ്റെ വീട്ടിലേക്ക് കയറാനുള്ള വഴിയാണിത്. ഇവിടെ എല്ലാം മലയുടെ മുകളിലാണ്, കണ്ടോ. മൂന്നാറിൻ്റെ ഉൾപ്രദേശങ്ങൾ. ഉറങ്ങി പിന്നെ 2:30 എഴുന്നേറ്റ്, പിന്നെ 4:30 എഴുന്നേറ്റ്. ഗായ്സ്, അപ്പോൾ നമ്മൾ തമിഴരസൻ സാറിൻ്റെ വീടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആള് എന്തായിട്ടമ്മ ജോലി ചെയ്യണേ? പോസ്റ്റൽ അസിസ്റ്റന്റ്. പോസ്റ്റൽ അസിസ്റ്റന്റ്, അതായത് ഇവിടുത്തെ മൂന്നാറല്ല, ശാന്തമ്പാറയിലെ പോസ്റ്റൽ അസിസ്റ്റന്റ് ആണ്. ഞങ്ങൾ പാലാരിവട്ടത്ത് സാറുണ്ടായിരുന്നപ്പോൾ അങ്ങനെ പരിചയമായതാണ്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അത് എല്ലാവരായിട്ട് വരും. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ പാലാരിവട്ടത്താണ് അറ്റാച്ച് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇഡലി എന്നാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ സ്ഥലം കാണാൻ പോവാണ്. അമ്മയ്ക്ക് ഇപ്പോൾ ചെടിയുടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെയാണ് പറയണത്. മാട്ടുപ്പെട്ടി ഡാം ആണ്. അപ്പോൾ ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ബ്രിട്ടീഷുകാർ പണിത് ഒരു ഡാമാണിത്. കിട്ടില്ല വ്യൂ ആണ് ഗൈസ്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ പ്രൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാർ പണിത മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സമയം ഏകദേശം ഒരു 9:30 കഴിഞ്ഞു ഇവിടെ എത്താനായിട്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഒടുക്കത്തെ വെയിലാട്ടോ, കണ്ണടഞ്ഞു. പിന്നെ ഇത് ഇവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പീഡിലാണ് വരുന്നത്, കണ്ടോ. വട്ട ചുറ്റി കളിച്ചുകൊണ്ടിരിക്കുക സ്പീഡ് ബോട്ട്. ഗായ്സ്, മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ കൂടെ KSRTC.
ഗായ്സ് ഇവിടെ ഗൺ ഷൂട്ടൊക്കെ ഉണ്ട്, ആർച്ചറി ഉണ്ട്, ബാഹുബലിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. ആ പൊട്ടിച്ച് എത്ര രൂപ 10 അടി ഉണ്ടാക്കലേട്ടാ, തോക്കാണ്. രണ്ടെണ്ണം പൊട്ടിച്ച് Are you ready? Get ready to dance with the soul beats. They are back. எனக்கு மியூசிக்கை பத்தி என்ன தெரியுமா? பீட்டரக்காக நம்மளை பத்தி தெரியல. அபி தேக்கோ చూపిస్తాను. ഇവിടെയുള്ള വെളിച്ചെണ്ണയാണത്. ഞങ്ങളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നടക്കുന്നത് തമിഴ്നാട്, അപ്പുറത്ത് കേരളം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അതിർത്തി തിരിച്ചിരിക്കുന്നത്. ഇത് പണ്ട് റോപ്പ് വേ ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഇപ്പം ഇല്ല, ഇപ്പം നിർത്തി. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാം, പൂവൊക്കെ ദേ അടിപൊളി. കോൺ ചുടുന്നതാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് കുറേ കടകളൊക്കെ കാണാം, ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ഉണ്ട് മേടിക്കാനായിട്ട്. ഒരു അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ നടക്കുന്ന പോലെ ഉണ്ട്. ഡ്രീം ക്യാച്ചർ 100 രൂപ. ഡ്രീം ക്യാച്ചർ 100 രൂപയുള്ളല്ലോ. നല്ല ഭംഗിയുള്ള കുറേ ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട് ഗൈസ്. നൈസ്. ഗൈസ് ഒരു കുരങ്ങിൻ്റെ മേത്ത് കുഞ്ഞി കുരങ്ങ്. ഗൈസ് നമ്മളങ്ങനെ ഏറ്റവും മുകളിലെത്തി, പക്ഷേ ഒന്നും കാണാനില്ല. അതാണ് അതിൻ്റെ ഇവിടെ പ്രത്യേകത. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി നമുക്ക് കാണാം. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, 20 രൂപയാണ് ഒരാൾക്ക്. Guys, the content Devon Hills Produce Co Limited Laborers ചുറ്റം. അതാണ് ഈ സംഭവം. എന്താണെന്ന് അമ്മ പറഞ്ഞു തരും എന്ന് പറഞ്ഞേ. കണ്ണൻ്റെ കീഴിൽ ജോലി ചെയ്യണവരിൽ താമസിക്കുന്ന സ്ഥലം. അത്രേ ഉള്ളൂ. അതിനാണ് അത്ര വലിയ ഇതിൻ്റെ ഇത് തന്നെ. കഴിച്ചിട്ട് മരുന്ന് വഴിക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഭയപ്പൊടി വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? ഞങ്ങളങ്ങനെ തിരിച്ച് മൂന്നാർ പോസ്റ്റ് ഓഫീസിലെത്തിയിരിക്കുകയാണ്. മൂന്നാർ മുഖ്യ ദഖ. പോസ്റ്റ് ഓഫീസുകാരൊന്നും ഇല്ല ഇവിടെ. 1932 പണിത പോസ്റ്റ് ഓഫീസാണിത്. മൂന്നാർ ടൗണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താ തിരക്ക്.
നമ്മൾ ശരവണ ഭവൻ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ ഫുഡ് കഴിച്ച സ്ഥലത്തിൻ്റെ അടുത്തായിരുന്നു. ഗായ്സ്, ഞങ്ങൾ മൂന്നാറിൻ്റെ വഴികളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ശരവണ ഭവൻ കണ്ടുപിടിച്ചു. എവിടെയാണ് ശരവണ ഭവൻ? നമ്മൾ ഇന്നലെ കണ്ട ശരവണ ഭവൻ അല്ല ഇത് വേറെ ശരവണ ഭവൻ. മറ്റേ ടൗണിൽ തന്നെയുള്ളൊരു ഹോട്ടലാണ്. മൂന്നാർ ഡെയിലി വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതാണ് ഇവിടുത്തെ മൂന്നാറിലെ മാർക്കറ്റ്. ഗായ്സ്, ഞങ്ങൾ കോൺഫ്ലേക്സും പിന്നെ എന്തൊക്കെയോ മേടിച്ചിട്ട് തിരിച്ചു പോവാണ്. വെജിറ്റബിൾസ് ഒന്നും മേടിച്ചിട്ടില്ല. ഞങ്ങളങ്ങനെ മൂന്നാർ പാലം കടന്നു വന്നപ്പോൾ ഇവിടെ റിപ്പിൾ ടീയുടെ പ്ലാന്റേഷൻ സിൻസ് 1880 കമ്പനിയാണിത്. ഇവിടുത്തെ സ്പെഷ്യൽ കാടവം ടീ ആണ്. ഗായ്സ്, ഇവിടെ മൂന്നാർ പാലത്തിൻ്റെ അടുത്തുള്ള ഒരു ചെടിയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കൂ. ഒരു ചെടിയിലെ ഇലയിനേക്കാളും കൂടുതൽ പൂക്കൾ. ഫോണിൽ എത്ര ഭംഗിയായിട്ട് ഉണ്ടെന്നറിയില്ല, നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഗായ്സ്, ഞങ്ങളിപ്പോൾ മൂന്നാർ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. റിപ്പിൾ ടീ സ്ഥലം എന്താണ്? റിപ്പിൾ ടീയുടെ പ്ലാന്റേഷൻ. അതിൻ്റെ ഒരു ഷോപ്പിൽ പോയി ചായയും കുടിച്ചു. പിന്നെ ചായപ്പൊടിയൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇതാണ് മൂന്നാർ ടൗൺ. മൂന്നാർ ഒരുപാടാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ ടൗണിലൊക്കെ ഇറങ്ങി നടക്കണം. അപ്പോൾ ഞങ്ങൾ കോതമംഗലത്തെത്തി ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ചപ്പാത്തി, ചിക്കൻ ഫ്രൈ ആൻഡ് ബീഫാണ് പറഞ്ഞിരിക്കുന്നത്. ബീഫ് റോസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി ഇനി നേരെ നമ്മൾ പാലവരട്ടത്തേക്ക് പോവാണ്. അവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും വണ്ടി ഇരിക്കുന്നത്. അവിടെ നിന്നിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകും. ഗായ്സ്, അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു 9:30 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് പാലാരട്ടത്തെത്തിയായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് അവരവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും